ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ നെടുമങ്ങാടിനടുത്താണ്. നെടുമങ്ങാട് ആനാട് പോകുന്ന റൂട്ടിന് അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് മെയിൻ റോഡ്. എനിക്ക് പുറകിലൊരു നമ്മൾ കാണാം, റോഡിൽ പോകുമ്പോൾ തന്നെ ഒരു വലിയൊരു കുന്നുപോലെയുള്ള ഒരു ഭാഗം കാണാൻ പറ്റും. എന്താണ് വിശേഷം എന്ന് വെച്ചാൽ, നമ്മുടെ ഓണം വരെയല്ലേ, ഓണത്തിന് അനുബന്ധമായിട്ട് ഇവിടെ ഒരുപാട് ജമന്തി പൂക്കൾ നട്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരുപാട് ജമന്തി പാടങ്ങൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെയാണ് നമ്മൾ എത്തിക്കുന്നത്. നമ്മൾ 1-2 പേര് നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇവിടുത്തെ ജമന്തി പാടങ്ങളുടെ കാര്യങ്ങൾ. അപ്പോൾ എന്തായിരുന്നാലും ഇതുവഴി പോയപ്പോഴത്തേക്ക് ഇവിടെ ഇറങ്ങി നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. ഒരു 2-3 ഏക്കറിലെങ്കിലും നട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഞ്ഞയും ഓറഞ്ച് കളറൊക്കെ ഉള്ള ജമന്തി പാടം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. ഒരുപാട് പൂക്കൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ ദൂരെ ഒന്നും പോകേണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ ജമന്തി, സൂര്യകാന്തി അല്ല, ജമന്തി നട്ട് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. ആൾക്കാർ വരുന്നുണ്ട്, കാണാനും വരുന്നുണ്ട്. ഇത് വെറുതെ അല്ല, ഇവർ ഇവിടുന്ന് വിപണനത്തിന് വേണ്ടിയിട്ടാണ് നട്ടിട്ടിരിക്കുന്നത്. ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് വിൽക്കുന്നുണ്ട്. ഓണ സീസൺ ആയതുകൊണ്ട് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് വിൽക്കുന്നുണ്ട്, വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരും വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇട കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരും അതൊന്നും ഉപദ്രവിക്കാതെ കണ്ടിട്ട് പോവുക. എന്തായാലും നമുക്ക് മുകളിലോട്ട് പോവാം. ഈ സൈഡ് മുഴുവൻ അവർ ജമന്തി നട്ടിട്ടിട്ടുണ്ട്. ബാക്കി അപ്പുറത്തെ സൈഡിലോട്ടും ഒരുപാട് കൃഷിയുണ്ട്. ഇവിടെ വാഴത്തോട്ടം, അപ്പുറത്തോട്ട് ഒരുപാട് പച്ചക്കറി കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ജമന്തി തോട്ടത്തിലേക്ക് പോകട്ടോ. നമ്മൾ ജമന്തി പാടത്തിൻ്റെ കുറച്ച് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം, നിറയെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുകയാണ്. 2 കളറുള്ള പൂക്കൾ. ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ ഈ സൈഡ് നിറയെ, ഇപ്പുറത്തെ സൈഡ് നിറയെ, ഇത്രയും ഒരു വലിയ ഏരിയയിൽ ഇവിടെ നട്ട് ഇട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ പേര് ചേട്ടാ? ശിവദാസ്. ചേട്ടനാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ആണോ? എത്ര തൊഴിലാളികളുണ്ട്? 6 പേര്. ഓക്കെ. ഇത് എന്നാ തുടങ്ങിയത്? കൃഷി തുടങ്ങിയിട്ട് 2 മാസത്തിനകത്ത്. ഓക്കെ. ഇപ്പം എങ്ങനെയുണ്ട്? സെയില് തുടങ്ങിയിട്ടുണ്ടോ? പറിക്കാൻ തുടങ്ങി. ഓണാഘോഷം ഇല്ലെന്നൊക്കെ അനൗൺസ് ചെയ്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇല്ല, അത്യാവശ്യം പോകുന്നുണ്ട്. ആൾക്കാരെ കാണാൻ വരുന്നുണ്ടോ? ഫോട്ടോ എടുക്കാൻ പറ്റും. ഒരുപാട് ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നുണ്ടല്ലേ. ഓക്കെ. അങ്ങനെയുണ്ട്. നമ്മൾ നട്ടത് 100% വിജയമാണെന്ന് പറയാൻ ആണ്. ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. അത് ഇത്ര നല്ല രീതിയിൽ വിജയമായിട്ട് വന്നിട്ടുണ്ടല്ലേ. ഓക്കെ. എന്തായിരുന്നാലും കൊള്ളാം, അടിപൊളി. ഇത് എവിടെ നട്ട വിത്തൊക്കെ? ഇത് എവിടെയാണെന്ന് അറിയില്ല. എൻ്റെ ഉടമസ്ഥൻ വേറെയാണ്. ഇവിടെ സ്ഥലത്താ ചെയ്തേക്കണേ? അങ്ങോട്ടൊക്കെ വാഴ കൃഷി, പടവലം, അങ്ങനെയുള്ള ജമന്തി കൃഷി. ജമന്തി, വെള്ളരി. എത്ര ഏരിയയിലാ? അതൊരു 3-4 ഏക്കർ ഉണ്ടാവും. മൊത്തം 16 ഏക്കർ. 16 ഏക്കർ. അതിലാണ് ഇത്രയും ചെയ്തേക്കുന്നത്. 16 ഏക്കറും ബാക്കി കൃഷി തന്നെയല്ലേ? ബാക്കി അങ്ങോട്ട് അത് കാണില്ല, പൂർത്തിയാണ്. അങ്ങോട്ട് പൂർത്തിയാണ്. ഓക്കെ. ഓക്കെ ഏട്ടാ, എന്തായിരുന്നാലും അടിപൊളി. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംരംഭം തുടങ്ങി നമുക്കും വന്ന് കാണാൻ പറ്റി. എന്തായിരുന്നാലും കുറേ ആൾക്കാർക്കെങ്കിലും വന്ന് കാണാനും അതുപോലെ തന്നെ വിപണനത്തിനും ആവശ്യത്തിനായിട്ട് അവരെന്തായിരുന്നാലും ഇത്രയും മനോഹരമായിട്ട് അടിപൊളിയായിട്ട് നല്ല വിജയ ശതമാനം എന്താ പറയുക, ഇത്രയും നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ് ഏട്ടാ. ശിവദാസൻ അല്ലേ? ഓക്കെ ഏട്ടാ, താങ്ക് യു. ഒന്ന് മുകളിലോട്ടൊന്ന് പോയിട്ടോട്ടെ. അപ്പോൾ ഇതൊരു കുന്നുപോലെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ റോഡിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും നമുക്കൊരു അതിശയം കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇത്, ഈ കുന്നുപോലെ. പലപ്പോഴും പല കൃഷികളിങ്ങനെ മാറി ചെയ്യുന്നുണ്ട്. ഇവിടെ ഇടയ്ക്ക് പൈനാപ്പിളിൻ്റെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അപ്പുറത്തെ ഏരിയയിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇതാ വലിയ ഏരിയ അങ്ങോട്ട് നിറയെ കിടക്കുന്നുണ്ട്. നമ്മളെ മെയിൻ റോഡ് ഇതാ പോകുന്നുണ്ട്, വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡും ഉണ്ട്. എന്തായിരുന്നാലും അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ ജമന്തി പാടത്തെ കേട്ടോ. കാണിച്ചു തരാം, പൂ കാണിച്ചു തരാം. അപ്പോൾ ഇതിനിടയ്ക്ക് വെള്ളരി കൃഷിയുടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇടയിലോട്ട് കയറാത്തത്. ഒരുപാട് വെള്ളരി നട്ട് അതും ഫലം നൽകുന്നുണ്ട്. ഇതിനിടയ്ക്ക് കിടക്കാത്തതുകൊണ്ടെങ്കിൽ വള്ളിയൊക്കെ ചവിട്ടി പൊട്ടിക്കിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് കയറാത്തത്. നമുക്ക് ഇവിടെ നിന്ന് നന്നായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ നെടുമങ്ങാട് ആനാട് റോഡിനിടയ്ക്കുള്ള ജമന്തി പാടത്തെ കാഴ്ചകൾ കേട്ടോ.
ഓക്കെ, അപ്പോൾ ജമന്തി പാടത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മളോട് ഒരു ചേട്ടനോട് ഉണ്ടായിരുന്നു, ചേട്ടനാണ് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള വിശേഷങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ നമ്മളെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് കാണാം. ബൈ.